മക്കളെ പ്രിൻസി മിസ്സാണ് കേട്ടോ. അപ്പം നമ്മൾ മീര പാടുന്നു എന്നുള്ള കവിതയാണ് എടുക്കാനായിട്ട് പോകുന്നത്. കെ സച്ചിദാനന്ദൻ്റെ ആണ്. നമ്മൾ സച്ചിദാനന്ദനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ മീര, ഭക്തമീരയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ എന്നോട് നിർബന്ധമായിട്ട് ചോദിക്കുക കേട്ടോ. ചോദിക്കാണ്ടിരിക്കേണ്ട, സംശയമൊന്നും ഉള്ളിൽ വെച്ച് നിൽക്കണ്ട. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. നമുക്ക് തുടങ്ങി വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി വെള്ളം എടുക്കാനായിട്ട് BCAക്കാർക്കും ബയോടെക്കും BCAയും കുറച്ച് എടുക്കാനുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഫാഷൻ ഡിസൈനിങ്കാരും കൂടി ഉണ്ടല്ലോ. പണ്ട് നമ്മൾ BCAയും ബയോടെക്നോളജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫാഷൻ ഡിസൈനിങ്കാരുടെ കാര്യങ്ങൾ മറന്നുപോയി, പേര് പറയാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ വായിക്കാം നമുക്ക്. തിരിച്ചെടുക്കുക രാജൻ വിലകെട്ട പൊന്നും രാവിന്നിരുളും ചേർത്തങ്ങ് എനിക്കായി പണിത നീടം. എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ, അല്ലേ? ഒരു സ്ത്രീപക്ഷ രചനയാണ്. കെ സച്ചിദാനന്ദൻ എഴുതിയിട്ടുള്ള സ്ത്രീപക്ഷ രചനയാണിത്, അല്ലേ? അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് കൊതിക്കുന്നത്. എന്താ നീടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, കൂട്, ആ പക്ഷിക്കൂട് എന്ന് പറയില്ലേ, അതിനെയാണ് നീടം എന്ന് പറയുന്നത്. തിരിച്ചെടുക്കുക രാജൻ, എന്താണ്? നിങ്ങൾ തിരിച്ചെടുക്കുക വിലകെട്ട പൊന്നും. എന്താണ്? ഒരു വിലയില്ലാത്ത പൊന്നും. ആ ഒരു സ്വർണത്തിന്റെ തിളക്കം മാത്രമേ ഉള്ളൂ. ആ പൊന്നെന്താണ്? വില കെട്ടതാണ് എനിക്ക്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചെടുക്കണമെന്ന് രാജനോട് പറയാണ്. രാവിന്നിരുളും ചേർത്തെനിക്കായി പണിത നീടം. എന്താണ്? വിലകെട്ട പൊന്നും രാവിന്നിരുളും. എന്താണ്? പൊന്ന് എന്ന് പറയുന്നത് തിളക്കുള്ളതാണല്ലേ? അപ്പൊ പക്ഷെ എന്താണ് ഇരുള് വരുന്നത്? അവിടെ ഒരു എന്താ, രണ്ട് വിരുദ്ധ ധ്രുവങ്ങളാണ്. ഇരുട്ടും വെളിച്ചവും ചേർത്തിട്ടാണ്. അതായത് നമ്മൾ പറയില്ലേ, സ്വർണ്ണക്കൂട് ഒരുക്കിയിരിക്കുകയാണ്. പക്ഷേ എന്താണ്? സ്വാതന്ത്ര്യമില്ല. പക്ഷികൾക്ക് വേണ്ടി നമ്മൾ കൂടുകൾ ഒരുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ പറക്കാൻ അനുവദിക്കാതെ നമ്മൾ എടുത്ത് എന്താണ്, അടക്കി അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുത്താണ് ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ചില പക്ഷികൾ അതിനോട് എന്താ, യോജിച്ചങ്ങ് പോവും. അതുപോലെ തന്നെയാണ് ചില മനുഷ്യരും, അല്ലേ? മറ്റു ചിലരെന്താണ്, ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പ പറന്ന് തൻ്റെ സ്വാതന്ത്ര്യം തേടി അങ്ങോട്ട് പോവും. അവിടെ വിജയം ഉണ്ടാവുള്ളൂ കേട്ടോ. എപ്പോഴും നമ്മൾ പറയില്ലേ, നിയമങ്ങളെയെല്ലാം നമ്മൾ എന്ത് ചെയ്യാനുള്ളതാണ്? നമ്മൾ അനുസരിക്കാനുള്ളതാണോ? അല്ല. നമ്മൾ പലതും എന്താ, ചട്ടങ്ങളെ നമ്മൾ എന്ത് ചെയ്യാനുള്ളതാണ്? മാറ്റുവിൻ ചട്ടങ്ങളെ എന്നാ പറഞ്ഞിട്ടുള്ളത് ആശാൻ, അല്ലെ? മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ എന്താണ്, അവ നമ്മളെ മാറ്റുന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും ചട്ടങ്ങളുടെ വിരുദ്ധ ധ്രുവത്തിൽ സഞ്ചരിക്കുന്നവർക്ക് എപ്പോഴും വിജയം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ വളർന്നു വരുന്ന തലമുറകളാണ്. എന്ന് വെച്ചാൽ എല്ലാത്തിനെ എതിർക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് എന്താ, നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളണം എപ്പോഴും. പെൺകുട്ടികൾക്ക് എന്താ ഇതൊന്നും ചെയ്യാൻ പാടില്ലേ? എന്താണ്? തിരിച്ചെടുക്കുക രാജൻ വിലകെട്ട പൊന്നും രാവിന്നിരുളും ചേർത്തങ്ങ് എനിക്കായി പണിത നീടം. എന്താണ്? തിളക്കമുള്ള പൊന്നുകൊണ്ട് ഇരുട്ട് മൂടിക്കൊണ്ട് എനിക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, എനിക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു നീടം, എന്താണ്, ഈ ഒരു കൂട് എന്താണ്, തിരിച്ചെടുക്കുക. എനിക്കത് വേണ്ട എന്നാണ് പറയുന്നത്. എന്നെ തുറന്നുവിടാൻ ഈ ഒരു സ്വർണ്ണക്കൂട് എനിക്ക് വേണ്ട, അത് തിരിച്ചെടുക്കാനാണ് ആരോട് പറയുന്നത്? രാജനോട് മീര പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? തിരിച്ചു തന്നാലും അങ്ങ് മുറിച്ചരൻ ചിറകുകൾ പറക്കട്ടെ ഇവൾ സ്വച്ഛം ഉദയവാനിൽ. എന്താണ്? തിരിച്ചു തന്നാലും നിങ്ങൾ ഈ സ്വർണ്ണക്കൂട് എടുത്തിട്ട് എന്ത് തരാനാ പറയുന്നത്? എൻ്റെ മുറിച്ച ചിറകുകൾ എനിക്ക് തിരിച്ചതായോ? പറക്കട്ടെ ഇവൾ, ഞാൻ എന്താണ്, പറക്കട്ടെ ഈ വാനില് സ്വച്ഛമായിട്ട്. ഞാൻ സ്വാതന്ത്ര്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്യട്ടെ? ഈ വാനില്, ഈ ഉദയവാനില് ഞാൻ പറന്ന് ഉയരട്ടെ എന്നാണ് പറയുന്നത്. എൻ്റെ ഈ സ്വർണ്ണക്കൂടൊക്കെ നിങ്ങൾ തിരിച്ചെടുത്തോളൂ. എന്നിട്ട് എന്ത് ചെയ്യണം? എൻ്റെ മുറിച്ച ആ ചിറകുകളുണ്ടല്ലോ, എൻ്റെ സ്വാതന്ത്ര്യം, അതെനിക്കൊന്ന് തിരിച്ചു തരൂ എന്നാണ് പറയുന്നത്. എടുക്കുകയൂരി എൻ്റെ മോതിര വിരലിലങ്ങ് കുടുക്കിയൊരഹന്തതൻ കഠിന വജ്രം. എന്താണ്? എടുക്കുക നിങ്ങൾ എൻ്റെ മോതിര വിരലിൽ അണിയിച്ചിട്ടുള്ള എന്ത്, അഹന്തയുടെ, അതായത് നിങ്ങൾക്ക് പുരുഷാധിപത്യം എന്ന് പറയുന്ന അഹന്തയുടെ ഈ ഒരു കഠിന വജ്രം കൊണ്ടാണ് മോതിരം ഇട്ട് കൊടുത്തിട്ടുള്ളത് മീരാബായിക്ക്. മീരാബായി അല്ല, എന്താണ്, ഭക്തമീരയ്ക്ക്. സോറി, അറിയാണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പൊ എന്താണ്? എടുക്കുക ഊരി എൻ്റെ മോതിര വിരലിൽ അങ്ങ് കുടുക്കിയൊരു അഹന്തയുടെ
അഹന്ത എന്ന് പറയുന്നത് ഇവിടെ മറ്റൊന്നല്ല, പുരുഷാധിപത്യം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ പുരുഷാധിപത്യത്തിന്റെ അഹന്തയുടെ ഈ കഠിന വജ്രം കൊണ്ടുണ്ടാക്കിയ ഈ മോതിരം നിങ്ങൾ എൻ്റെ കയ്യിൽ അണിയിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? നിങ്ങൾ ഊരി എടുക്കുക എന്ന് പറയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള, എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് ഇതൊന്നുമല്ല, ഒരുപാട് പൊന്നും പണവും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും മൂടിയെങ്കിലും സ്ത്രീ അനുഭവിക്കേണ്ട ഒരു സ്വാതന്ത്ര്യമുണ്ട് പറക്കാനുള്ള, അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. എവിടെയും എന്തും പറയാനുള്ള, തനിക്ക് നോ എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് വേണം. എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പം വീട്ടിലായാലും എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. നീ ഇതേ ചെയ്യാൻ പാടുള്ളൂ, ഇതേ പഠിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന സബ്ജക്റ്റ് നീ ചൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതല്ല താല്പര്യം എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് മീര കെഞ്ചുന്നത്. കെഞ്ചുമല്ല ചെയ്യുന്നത്, തിരിച്ചെടുത്തേ പറ്റൂ എന്നാണ് പറയുന്നത്. തിരിച്ചെടുക്കുക രാജൻ, വിലക്കെട്ട പൊന്നും രാവിനിരുളും ചേർത്തങ്ങിനിക്കായി പണിത നീടം. ഈ ഒരു പക്ഷിക്കൂട് പോലെയുള്ള, അല്ലെങ്കിൽ ഇരുട്ട് നിറയുന്ന ഈ സ്വർണം കൊണ്ട് പണിതിരിക്കുന്നത്, നല്ല തിളങ്ങുന്ന സ്വർണം കൊണ്ട് പണിതിരിക്കുന്നതായാലും അതെനിക്ക് ഇരുട്ടാണ് എന്നാണ് പറയുന്നത്. ആ ഒരു കൂട് എനിക്ക് ഇരുട്ടാണ്. തിരിച്ചു തന്നാലും അങ്ങ് മുറിച്ചൊരൻ ചിറകുകൾ പറക്കട്ടെ ഇവൾ സ്വച്ഛം ഉദയവാനില്. ഈ ഒരു വാനില്, ഈ ഒരു ആകാശത്ത് ഞാൻ പറക്കട്ടെ, എൻ്റെ ചിറകുകൾ എനിക്ക് തിരിച്ചു തരൂ. എടുക്കുക ഊരി എൻ്റെ മോതിര വിരലിലങ്ങ് കുടുക്കിയൊരഹന്തതൻ കഠിന വജ്രം. എൻ്റെ ആ മോതിര വിരലില് നിങ്ങൾ ചാർത്തി തന്നിട്ടുള്ള നിങ്ങളുടെ പുരുഷാധിപത്യത്തിന്റെ അഹന്തയുടെ കഠിന വജ്രം നിങ്ങൾ ഊരി എടുക്കൂ എന്നാണ് പറയുന്നത്. ഇതെനിക്ക് വേണ്ട എന്ന് തന്നെയാണ് ആര് പറയുന്നത്? മീര പറയുന്നത്. ഇത്രയും ഭാഗം നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കുക, എന്നിട്ട് നമുക്ക് അടുത്തത് എടുക്കാം. അതല്ലേ നല്ലത്. നമ്മളിപ്പോൾ ഒരു കവിത ആദ്യമായിട്ട് തുടങ്ങുന്നതല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ പറയാ, ഇങ്ങനെ എടുക്കുന്നത് മനസ്സിലാവുന്നില്ലെങ്കിലോ അർത്ഥങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിലോ എന്നോട് ചോദിക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് എടുത്ത് തീർക്കാം.